നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു, UDF ജയിച്ചു. പക്ഷേ ലീഗ് അൻവറിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. അൻവറിൻ്റെ പുറകെയാണ് ലീഗ്. എന്തുകൊണ്ടാണ് ലീഗ് അൻവറിൻ്റെ പുറകെ പോകുന്നത്? എന്താണ് അതിന് കാരണം? ഈ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡാമേജ് ലീഗിന് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ പലപ്പോഴും നിങ്ങളെ ചർച്ചയിൽ പറഞ്ഞിട്ട്, ആരാണ് അൻവർ, എന്താണ് അൻവർ, എന്താണ് അൻവറിൻ്റെ അവതാര ഉദ്ദേശം? അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ വോട്ട് ശിഥിലമാക്കുക എന്നുള്ള അജണ്ടയോട് കൂടി വന്നിട്ടുള്ള ഒരാളാണ്. അത് ജയിച്ചാലും അയാൾക്ക് പറ്റുമായിരുന്നു, തോറ്റാലും പറ്റുമായിരുന്നു. പക്ഷേ അയാൾക്ക് അതിനുള്ള ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ഒരു 10,000 വോട്ടെങ്കിലും അയാൾക്ക് കിട്ടണം. അതോടുകൂടി അയാളൊരു ആ മേഖല നിയമം ഓൾ കേരളയും പറഞ്ഞില്ല, മലബാറും പറഞ്ഞിട്ടില്ല, ആ മേഖലയിൽ അവഗണിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ചും മലപ്പുറം കോഴിക്കോടിൻ്റെ പറഞ്ഞില്ലേ, നമ്മളെ 2 മണ്ഡലങ്ങളുണ്ടല്ലോ, കൊടുവള്ളി ആൻഡ് നമ്മളെ തൃശ്ശൂർ ഇവിടെ എന്നുള്ളിക്കുന്ന 2 പാറമേക്കാവും, പിന്നെ തിരുവമ്പാടി. അപ്പോൾ തിരുവമ്പാടി നിയോജക മണ്ഡലം, ഈ 2 സ്ഥലങ്ങൾ കോഴിക്കോട് ഒരു സ്ഥലം, വയനാട്ടിൽ. കാരണം വയനാട്ടിൽ അധികം ഈ ഭാഗത്തുനിന്നും പിന്നെ നമ്മുടെ മലപ്പുറത്തു നിന്നും കുടിയേറിയ ആളുകളാണ്, മുസ്ലിംസ് നല്ലൊരു പങ്കും. അപ്പോൾ അവിടെയൊക്കെ ഇയാളുടെ സ്വാധീനം ആ ഒരു മേഖല ഉണ്ടല്ലോ, മലബാറിലെ മലയോര മേഖല എന്ന് പറയുന്ന കണ്ണൂരെത്താത്ത കോഴിക്കോട് തുടങ്ങി ഏതാണ്ട് പാലക്കാടിൻ്റെ മണ്ണാക്കാട് സൈഡ് വരെ അവസാനിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിൽ ഇയാൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ നിലവിലുള്ള സാഹചര്യം UDF ഇയാളെ എടുക്കില്ല എന്ന് ഗസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ആ രീതിയിൽ UDFന് രാഹുൽ ഗാന്ധിയുടെയൊക്കെ തെളിവ് വന്നിട്ടാണ് ഇയാൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഇയാളിപ്പോൾ എന്താണ്, UDF ഇയാളെ പറ്റിച്ചു വന്ന രീതിയിൽ UDF ആയി വില്ലന്മാർ. അതാണ് ഈ ഒരു റെട്ടറിക്കിൻ്റെ ഒരു പ്രത്യേകത. CPMൻ്റെ ഒരു BJPയുടെ കയ്യിലുള്ള സാധനമാണത്. റെട്ടറിക് പറഞ്ഞെന്താണോ അവിടെ അത് എത്തിച്ചിരിക്കും. ഞാനത് വിശ്വസിക്കും. കാരണം അവർക്ക് അത്രയും അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട്, ആളുമുണ്ട്. സംഘടനാ സംവിധാനം മാത്രമല്ല, ആളും ജമാഅത്തെ ഇസ്ലാമി വല്ലതും പറയാം, ആളുകൾ വിശ്വസിക്കാറുണ്ട്. കാരണം അവർക്ക് ആളില്ല. ഇപ്പോൾ BJPക്ക് ആണെങ്കിലും കോൺഗ്രസ്സിന് ആളുണ്ട്, പക്ഷേ പറയാനുള്ള സംഘടനാ സംവിധാനമല്ല. CPM BJPൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ആ സംവിധാനമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ CPMനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇയാൾ ഇപ്പം ഒരു 20,000 വോട്ടിൻ്റെ അടുത്ത് അയാളെ പിടിച്ചു. 20,000 വോട്ടിൻ്റെ അടുത്ത് അയാൾ പിടിക്കുമ്പോൾ അയാളൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. ഇനി അയാൾ ചില സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തായിരുന്നു. അതിലിപ്പോൾ അവർ ഒരു 5,000, 3,000, 4,000 വോട്ടൊക്കെ വെച്ച് പല സ്ഥലങ്ങളും പിടിച്ചാൽ അത് UDFിൻ്റെ അവിടെയുള്ള അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ പെർഫോമൻസിനെയും പഞ്ചായത്ത് ഇലക്ഷൻ്റെ പെർഫോമൻസിനെയും ബാധിക്കും. പ്രത്യേകിച്ച് ലീഗിൻ്റെ അതല്ല, ആ സജി മഞ്ഞക്കടമ്പനെ കൊണ്ടുകൊണ്ട് ഒന്നും കാണാതെ കൊണ്ടുപോകുന്നതല്ല. പിന്നെ ഈ ഒരു ആൻറ്റി ക്രിസ്ത്യൻ ഒരു ഇമേജ് ഇല്ല ഇയാൾക്ക് അൻവറിന്. പള്ളിയിലെ അച്ഛന്മാരുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവരെ സമയം അവർക്ക് അന്നത്തെ ആ കാര്യം നിർവഹിക്കാൻ ആരാണോ ഗുണകരം? ഹിറ്റ്ലറാണെങ്കിൽ ഹിറ്റ്ലർ, ട്രംപാണ് ട്രംപ്, ഉമ്മൻചാണ്ടി സാർ, രാജീവ് ആണെങ്കിൽ രാജീവ്, അങ്ങനെയാണ് അവർ ചിന്തിക്കുള്ളൂ. അവർക്ക് കാരണം ബാക്കി അവരുടെ പ്രൊട്ടക്ഷനൊക്കെ അവരെ തൊട്ട് കളിച്ച വിവരം അറിയും. അതിനുള്ള സംവിധാനമുണ്ട്. 2010 വർഷമായിട്ട് ലോകത്തെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സംവിധാനമാണ്. അതിനൊക്കെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ആര് വന്നാലും അവർക്ക് അവരുടെ കാര്യം നടക്കും. അപ്പോൾ അവരുടെ വന്യജീവി പ്രശ്നം പോലുള്ള പ്രശ്നങ്ങളിലാണ്. അത് നമുക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. അവിടെ അത് വലിയ വിഷയമാണ്. ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നമാണ്. അവരെ അധികം പിള്ളേരൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേരാണ്. ആ മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ലോണിന് പോകുമ്പോൾ കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അൻവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മഞ്ഞക്കടമ്പനൊക്കെ പോലുള്ള ചില സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പ്രശ്നമുണ്ടല്ലോ, പേരിന് മാത്രമേ കുറച്ച് വോട്ട് കിട്ടും. അത് UDFനെ നയിച്ച് CPMനെ ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ലീഗ് കാണുന്ന മറ്റൊരു അപകടം കൂടിയുണ്ട്. മുസ്ലിം മേഖലകളിൽ ഇവർ ഈ BJPനെ കുറ്റം പറഞ്ഞ് അതിന് ഗുണം കിട്ടുന്നത് CPMന്. കാരണം തല്ലാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ CPM അല്ലേ ഉള്ളൂ എന്നൊരു ഫീലുണ്ട്. ലീഗിന് എവിടെയൊക്കെ നിൽക്കാൻ പറ്റും? CPMന് ഓൾ കേരളത്തിൽ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ CPMലേക്ക് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും പണ്ടത്തെ പോലെ ഹ്യൂജ് മാർജിൻ പ്രതീക്ഷിക്കരുത്. കിട്ടുക ചിലപ്പോൾ 10,000-ന് 5,000-ന് വോട്ടായിരിക്കും. ഈ 10,000-ന് 5,000-ന് ഇടയ്ക്ക് വോട്ടിൽ അൻവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കുറേ മണ്ഡലങ്ങൾ. അത് UDFിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും, പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം കുറയ്ക്കും, പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ കോർപ്പറേഷൻ പരിധിയിൽ ചെറിയ സ്വാധീനമൊക്കെ ഉണ്ടാകും. അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അൻവറിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ലീഗ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ലീഗ് കളിക്കുന്നതിൻ്റെ കളി എന്ന് വെച്ചാൽ അങ്ങനെയാണ് അൻവറിനെ കൂടെ നിർത്താൻ നോക്കി. അൻവർ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞാൽ സഹതാവ് അല്ലെങ്കിൽ ലീഗിന് UDFിന് അനുകൂലമാകും. ആ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. പക്ഷേ ഇത് സതീശന് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന അൻവർ അത്ര ശക്തനാണോ? അൻവർ ശക്തനാണ്. അൻവറിൻ്റെ ശക്തി എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അങ്ങനെ പൊളിറ്റിക്കലൊന്നല്ല ആളുകൾ. പൊളിറ്റിക്കൽ തന്നെ കുറച്ച് ആളുകളല്ലോ, പക്ക RSSകാർ, പക്ക CPMമാർ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയ ആളുകൾ. RSSകാരെ പണ്ടത്തെ ഒരു അത്രയും ശക്തമായ സംവിധാനം എനിക്ക് തോന്നില്ല. RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല, BJP കണക്ട് ചെയ്ത് കണ്ടാൽ മതി.
RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫൈനലി ഒരു നിർണായക തീരുമാനം എടുക്കുമ്പോൾ RSSന്റെ ഒരു അനുവാദം ഇല്ല, അത് എടുക്കില്ല. ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇൻഫ്ലുവൻസ് അല്ല, നിർണായക തീരുമാനം എടുക്കുമ്പോൾ RSS നോ എന്ന് പറഞ്ഞാൽ എടുക്കില്ല. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പിന്നെ അവരെല്ലാത്തിനും കഴിഞ്ഞ് ഇടപെടില്ല. ഉച്ചയ്ക്ക് കഞ്ഞി വേണം, പയർ വേണമെന്ന് അവർ ആലോചിക്കില്ല. പാകിസ്ഥാനായിട്ട് യുദ്ധം വേണം, ഇന്ന കാരണങ്ങളുണ്ട്, അത് അവർ കൺവിൻസ് ആയാൽ ഓക്കെ. അവർ വേണ്ടാന്ന് യുദ്ധം ചെയ്യില്ല, ഒക്കെ ഉറപ്പല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. RSSന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അപ്പം ഇത്തരം സിയോണിസത്തിന് പോലും ഇത്തരം സ്വാധീനമല്ല. അല്ല, അത് വേറൊരു സാധനം. ഇതൊരു ഒരു എന്താ മാനസികവും ആത്മീയവുമായ സ്വാധീനമാണ്. അതിന് ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അപ്പം അൻവറിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അൻവർ പണ്ടത്തെ പോലെ ആളുകൾ അത്ര പൊളിറ്റിക്കലൊന്നുമല്ല. അന്നത്തെ കോഴ്സിന് പുറകെ നിൽക്കുക. അപ്പോൾ എസ്റ്റാബ്ലിഷ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അന്നത്തെ കോഴ്സിനോട് അത്ര ഉയരാൻ പലപ്പോഴും അവർ മടിക്കും. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, പല ക്ലച്ചസ് സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നാൽ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും ഉയർന്നു വരുന്നത് എപ്പോഴാണ്? മറ്റേ മുമ്പുള്ള രാഷ്ട്രീയ പാർട്ടി നിസ്സഹായരാകുമ്പോഴാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എങ്ങനെ വന്നത്? BJPക്ക് പരിധി കൂടുതൽ പോകാൻ പറ്റുന്നില്ല, കോൺഗ്രസിന് തീരെ പോകാൻ പറ്റുന്നത്. അവിടെ ആകുമ്പോൾ ആം ആദ്മി പാർട്ടി വരുന്നു. BJP ക്ലച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ. CPM തകർന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് ആളുകൾക്ക് വിശ്വാസമില്ല, അവിടെ തൃണമൂൽ വരുന്നു. അങ്ങനെയാണ് ഒരു പുതിയ സാധനം വരിക. ആ വ്യക്തികളും വരും അങ്ങനെ. അന്തോ അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് നാളെ പ്രസ്ഥാനമാകാം. ഇപ്പോഴത്തെ കാലത്ത് പ്രസ്ഥാനമാകണ്ടേ, വ്യക്തിയായിരുന്നാൽ മതി. നിങ്ങൾക്ക് തോൽപ്പിക്കണമെങ്കിൽ വ്യക്തിയായിരുന്നാൽ മതി. കാരണം ഇപ്പം മലബാറിലൊക്കെ ആളുകൾ അത്യാവശ്യം സമ്പന്നരും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻസും അത്യാവശ്യം സമ്പന്നരാണ്. അവർക്ക് പണ്ടത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ നല്ല വിദ്യാഭ്യാസം ഉള്ളത്. അപ്പം നമ്മളൊക്കെ പോസ്റ്റ് മോഡേൺ ലോകത്താണ് ചിന്തിക്കുന്നതെങ്കിൽ അവർ മോഡേൺ ലോകത്ത് ചിന്തിക്കുന്ന ആളാണ്. പണ്ടത്തെ യുക്തിയുടെയും മറ്റു ലോകത്ത് ചിന്തിക്കുന്ന ആളുകളാണ്. പോസ്റ്റ് മോഡേണിസം വരുമ്പോൾ നമ്മളൊരു ഇഷ്യൂ ബേസ്ഡ് ആവും. ഞാനൊക്കെ ഇഷ്യൂ ബേസ്ഡ് ആണ്. പക്ഷെ അവരെ സമയം യുക്തിയാണ്. നമ്മൾ RSS അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു ഭീഷണി അല്ല എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ ഭീഷണിയാണ്. കാരണം അവർ മറ്റേതിനെതിരാണ്, മുസ്ലിംസിനെതിരാണ്, അത് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് അവർ പറ്റിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ അവർ പറയുള്ളൂ. അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ടൈം എടുക്കും. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആയിരുന്നു ബാധകമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റയ്ക്ക് ഓരോരുത്തരൊരു പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതിൽ SDPIക്ക് കുറേ വോട്ടുണ്ട്, PDPക്ക് വലിയ വോട്ടില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് കുറേ സ്വാധീന മേഖലകളുണ്ട്, പിന്നെ ട്രഡീഷണൽ മുസ്ലിം ബെൽറ്റ് ഉണ്ട്. ഇതൊന്നും പോരാന്ന് തോന്നുന്നു. അവരുടെയൊക്കെ ഒരു ഫേസ് ആവാൻ അൻപത് പറ്റും. അൻപത് പലപ്പോഴും വരുന്നത് അവരൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതാണ് അൻപത് പറയുന്നത്. ഇപ്പം ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കും, പലരും എന്നോട് ചില ആളുകളൊക്കെ പറയാറുണ്ട്, സാർ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച സാറ് പറഞ്ഞു. ഇങ്ങനൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ പലരും പറയും, ട്രെയിനിൽ കാണും, സാറേ അന്ന് ആ ചർച്ചയല്ല നമ്മൾ പറഞ്ഞു വരുന്നുണ്ടോ? സാർ ഞാൻ അന്നപ്പോൾ അത് വിചാരിച്ചു വരും. അതോ ഈ മുസ്ലിം വോട്ട് സ്പ്ലിറ്റായി ഈ പറഞ്ഞ പോലെ വെൽഫെയർ പാർട്ടി, SDPI എന്നൊക്കെ പറഞ്ഞ് പല തിരിവുകളിലേക്കായി. ഇനി ഒരു പുതിയ തിരിവ് കൂടെ ഉണ്ടാകണ്ട എന്നാണോ ലീഗിൻ്റെ ഒരു? അങ്ങനെയല്ല. ഒന്ന് കാര്യമുണ്ട്. ഒന്ന് പുതിയ തിരിവും കൂടി അതിൽ വരുമ്പോൾ കൂടുതൽ വോട്ട് പോകും. അല്ലെങ്കിൽ ഈ SDPIൻ്റെ ഒക്കെ വോട്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പം UDF ഇവിടെ ഇല്ലാതായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് BJP ഗുണം ചെയ്യും. BJP ആണല്ലോ അവരുടെ ശത്രു. ദജ്ജാൽ എന്ന് പറയുന്ന സാധനം BJP ആണ്. അപ്പോൾ BJP ഇവിടെ വളരുമെന്നുള്ളത് കൊണ്ട് അത് UDFിലേക്ക് വരേണ്ട വോട്ടാണ്. പക്ഷെ അൻവർ എന്നുള്ളൊരു ഫാക്ട് റാലിങ് ചെയ്യാൻ മറ്റൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ആവും. ഇത് ലീഗ് അറിയുന്നുണ്ട്. അതാണ് കാര്യം. അടുത്ത തവണയും കൂടി അവിടെ ഈ കേരളത്തിൽ തോറ്റു കഴിഞ്ഞാൽ അവിടെ സീറ്റ് വന്നാൽ കേരളത്തിൽ തോൽക്കും, എന്തൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് ലീഗിൻ്റെ അന്ത്യഉദാശയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ UDF കിട്ടുന്ന ഇമ്പോർട്ടൻസ് ഒന്നും LDF പോയാൽ കിട്ടില്ല. കാരണം ഗതി കെട്ടിയില്ലെന്ന്. അപ്പോൾ കഴിഞ്ഞ തവണ പോയെങ്കിൽ കിട്ടിയായിരുന്നു. പിണറായിക്ക് ഒരു സ്വഭാവമുണ്ട്. പണ്ട് ഈ 2016 ഇലക്ഷൻ വീരേന്ദ്രകുമാറിനെ വിളിച്ചതാണ്, മൂപ്പര് പോയില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് പോയത്. അപ്പം വല്ല വിലയുണ്ടോ? വീരേന്ദ്രകുമാറിനെ എന്താണ് വല്ല വിലയുണ്ടോ? ഇല്ല. ലീഗ് ഇപ്പം പോയാൽ ലീഗിന് വില ഉണ്ടാവും, പക്ഷെ ലീഗ് പോവില്ല. ലീഗ് അങ്ങനെ ഒരു എന്താ പറയുക, ലീഗ് പോയാൽ CPM ലീഗിനെ വിഴുങ്ങും. അല്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ അല്ല ലീഗിനൊരു സേ ഉണ്ടാവും. ഇപ്പം പോയി കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ ലീഗ് UDF തിരിച്ചു വരും എന്നൊക്കെ ഫീലൊക്കെ ഉള്ളൊരു സമയം ലീഗിനൊരു കെട്ടുറപ്പൊക്കെ ഉണ്ട്. ലീഗിന് അവർ ബഹുമാനിക്കുന്നുണ്ട്. അത് പ്രസ്താവന കേട്ടാൽ മനസ്സിലാവും. നിയമസഭാ ഇലക്ഷൻ തോറ്റിട്ട് പോകുകയാണ്, അതുണ്ടാവില്ല. പിന്നെ ഈ CPIക്കാരൊക്കെ ദയക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അതായത് LDFിലെ മൂന്നാം കക്ഷിയായി. ഇപ്പം പോയാൽ രണ്ടാം കക്ഷിയാവാം. പിണറായി CPIക്കാരുടെ മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇവിടെ ഇരിക്കണോ പുറത്തു കൊണ്ടു വന്നിരിക്കും. അതല്ലെങ്കിൽ പിണറായിക്ക് CPI പറഞ്ഞിട്ട് കേൾക്കേണ്ടി വരും. എന്നാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം 5 വർഷം കഴിഞ്ഞിട്ട് ഇലക്ഷൻ ഉള്ളൂ. അപ്പോൾ ലീഗിൽ നിന്ന് കുറച്ച് ആളുകൾ CPMലേക്ക് പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ലീഗ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ടുള്ള സാധ്യതകൾ അൻവർ എന്തുദ്ദേശം കൊണ്ട് വന്നാലും അത് വെച്ച് തന്നെ അൻവറിനെ വെട്ടാം എന്നുള്ള ലീഗിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ കത്തോലിക്ക സഭനെ കൊണ്ട് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ലീഗ്. ലീഗിന് ഇപ്പോൾ ഭയങ്കര ബുദ്ധിയാണ്, പണ്ടത്തെ പോലെ. അതാണ് അവരുടെ. നമ്മളവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ നിലനിൽപ്പിൻ്റെ അവർ നിന്ന് പിഴയ്ക്കണമെങ്കിൽ അതെ വേണം. അല്ല ഇപ്പോൾ CPMൻ്റെ കൂടെ പോകും, അതവർ പോവുകയില്ല. അവർ
നല്ല എന്തൊക്കെയോ വന്ന പാർട്ടി. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ലീഗ് അൻവർ കോമ്പിനേഷൻ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.